എല്ലാവർക്കും കളേഴ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 38 സീറ്റുള്ള അശോക് ലൈലാൻഡ് ലിൻസ് സർവീസ് ബസിൻ്റെ പാച്ച് വർക്കിൻ്റെയും പെയിൻറ്റിങ്ങിൻ്റെയും ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. വടകരയിൽ നിന്നും മാഹി വഴി തലശ്ശേരിക്ക് സർവീസ് നടത്തിയിരുന്ന ഒരു ഓർഡിനറി ബസ്സായിരുന്നു ഇത്. എന്നാൽ ഈ ബസ് ആലപ്പുഴയിലുള്ള മറ്റൊരു ഓപ്പറേറ്റർ വാങ്ങുകയും ആലപ്പുഴയിൽ ടൗൺ സർവീസ് നടത്താനായി പച്ച നിറത്തിലോട്ട് മാറ്റുകയുമാണ് ഈ ടെസ്റ്റിംഗ് വർക്കിന്. തലശ്ശേരിയിൽ നിന്നും മാഹി വഴി വടകരയിലേക്ക് ഏകദേശം 25 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം 40 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു യാത്രയാണത്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഒരു ബസ്സാണിത്. ആവശ്യത്തിൽ കൂടുതൽ സ്റ്റിക്കർ വർക്ക് ഉണ്ട് ഈ വാഹനത്തിൽ. ഒരു ദിവസമെടുത്താണ് ഈ വാഹനത്തിലെ മുഴുവൻ സ്റ്റിക്കറുകളും റിമൂവ് ചെയ്തത്. ഫ്രണ്ട് ഗ്ലാസിൽ ടൊറോൺ എന്നും ബാക്ക് ഗ്ലാസിൽ PP ബ്രദേഴ്സ് എന്നും സ്റ്റിക്കർ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കറെല്ലാം ഇളക്കി ബോഡി ഫില്ലർ ഇട്ട് ലെവൽ ചെയ്യുന്ന പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. നീല കളറിൽ നിന്നും പച്ച കളറിലേക്ക് മാറുമ്പോൾ നല്ല രീതിയിൽ പുട്ടിപ്പണി ചെയ്യണം. ചങ്ങനാശ്ശേരിയിലെ റോയൽ ബോഡി വർക്ക്സ് എന്ന സ്ഥാപനത്തിലാണ് ഈ വാഹനത്തിൻ്റെ പണികൾ നടക്കുന്നത്. ഏതായാലും ഈ ബസ് ഒരു രാത്രി കൊണ്ടോ 1-2 ദിവസം കൊണ്ടോ പണി പൂർത്തിയാക്കാൻ സാധിക്കില്ല. സമയമെടുത്ത് പതുക്കെ ചെയ്യുന്നുള്ളൂ എന്നാണ് ബോഡി പണിക്കാരും പെയിൻറ്റർമാരും പറയുന്നത്. നിലവിൽ ഈ ബസ്സിന് റബ്ബർ കൊണ്ടുള്ള വീൽ ആർച്ചുകളാണ് ഉള്ളത്. എന്നാൽ ചെറിയൊരു അപ്ഡേഷന് വേണ്ടി ഫൈബർ ഉപയോഗിച്ചുള്ള ചെറിയ വീൽ ആർച്ചുകൾ ഫിറ്റ് ചെയ്യുകയാണ്. കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണല്ലോ. മാറ്റങ്ങൾ വന്നില്ല എങ്കിൽ പുതിയതായി ഇറങ്ങുന്ന ടാറ്റയുടെയും ഐഷറിൻ്റെയും ഇസ്യൂസിൻ്റെയും മഹീന്ദ്രയുടെയും കുഞ്ഞൻ ബസ്സുകൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. 4 സൈഡിലെയും റബ്ബർ വീൽ ആർച്ചുകൾ മാറ്റി ഫൈബർ ഉപയോഗിച്ചുള്ള വീൽ ആർച്ചുകൾ ഫിറ്റ് ചെയ്തു. ഇനിയുമുള്ള ഒരു പ്രധാന മാറ്റം ഈ ബസ്സിൽ ഉണ്ടായിരുന്ന ബക്കറ്റ് സീറ്റുകൾ മാറ്റി നോർമൽ സീറ്റുകൾ ഫിറ്റ് ചെയ്യുക എന്നതാണ്. ടൗൺ സർവീസിലേക്ക് മാറുന്നതുകൊണ്ടാകും ഇങ്ങനെയൊരു മാറ്റം. എല്ലാ ബക്കറ്റ് സീറ്റുകളും മാറ്റി നോർമൽ സീറ്റുകൾ ഫിറ്റ് ചെയ്യുന്ന ജോലികളാണ് നടക്കുന്നത്. പഴയ സീറ്റുകളാണ് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് പെയിൻ്റ് അടിക്കണം. പഴയ സീറ്റിൽ പുതിയതായി അപ്പോൾച്ചറി വർക്കുകൾ ചെയ്യുകയും വേണം. സീറ്റുകളിൽ എല്ലാം തന്നെ അപ്പോക്സി പ്രൈമർ അടിക്കുന്ന ജോലികളാണ് നടക്കുന്നത്. പുറത്ത് വീലാർച്ചുകളെല്ലാം ഫിറ്റ് ചെയ്ത് പുട്ടിപ്പണികൾ നടക്കുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ പുട്ടിപ്പണിയുണ്ട്. ബോഡി ഫില്ലർ ഇട്ട് ലെവൽ ചെയ്ത് അതിനു മുകളിൽ NC പുട്ടി ഇട്ട് ലെവൽ ചെയ്യുന്നു. NC പുട്ടി ലെവൽ ചെയ്തതിന് ശേഷം വെള്ളമൊഴിച്ച് പിന്നെയും ബോഡി മൊത്തം കഴുകുന്നു. ഈ ജോലികൾ എല്ലാം ചെയ്തതിനു ശേഷം മാത്രമേ അണ്ടർകോട്ട് പെയിന്റ് അടിക്കാൻ സാധിക്കുകയുള്ളൂ. പുട്ടിയെല്ലാം ഇട്ട് പേപ്പർ പിടിച്ച് എല്ലാ ഗ്ലാസുകളും ക്ലീൻ ചെയ്ത് ഗ്ലാസുകൾ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തു. അതിനുശേഷം അണ്ടർകോട്ട് പെയിന്റും അടിച്ചു. ഈ ബസ്സിൻ്റെ ബാക്ക് റൂട്ട് ബോർഡ് ഗ്ലാസ് പൊട്ടിയിട്ടുണ്ട്. അതൊന്ന് മാറിക്കൊടുക്കുകയും വേണം. ഇത്രയുമൊക്കെയാണ് ഈ ബസ്സിനുള്ള ബോഡി പണികൾ. ബാക്കിയുള്ളതെല്ലാം പെയിൻറ്റിംഗ് വർക്കുകളാണ്. അണ്ടർകോട്ട് പെയിൻറ്റ് ഉണങ്ങിയതിന് ശേഷം സ്പോട്ട് പുട്ടിയെല്ലാം ഇട്ട് നൈസ് ചെയ്തതിന് ശേഷം പെയിൻറ്റ് അടിക്കാൻ തുടങ്ങി. PU പെയിൻ്റാണ് അടിക്കുന്നത്. നല്ല പൊളപ്പൻ പച്ച കളറാണ് പൂശിയിരിക്കുന്നത്. അങ്ങനെ ബോഡി മുഴുവൻ ഒരു പച്ചമയം ആക്കിയിരിക്കുകയാണ് നമ്മുടെ പെയിൻറ്റർ സിബി. പച്ച പെയിൻറ്റിൽ ഒന്ന് കുളിച്ചതുപോലെയുണ്ട് ഇപ്പോൾ കാണുമ്പോൾ.
ആലപ്പുഴയിൽ നിന്നും ഒരുപാട് ബസ്സുകൾ ചങ്ങനാശ്ശേരി റോയൽ ബോഡി വർക്സിൽ വന്ന് പെയിന്റിങ്ങും പാച്ച് വർക്കും ചെയ്യാറുണ്ട്. പച്ച പെയിന്റ് നന്നായി ഉണങ്ങിയതിനു ശേഷം കളർ കോഡ് പ്രകാരമുള്ള വൈറ്റ് ലൈൻ ഇടാനായി ടേപ്പ് ഒട്ടിച്ച് വൈറ്റ് പെയിന്റ് അടിച്ചു തുടങ്ങി. പുട്ടിയിടണം, പുട്ടി പിടിക്കണം, അണ്ടർകോട്ട് അടിക്കണം, അണ്ടർകോട്ട് നൈസ് ചെയ്യണം, അണ്ടർകോട്ട് ഉണങ്ങിയതിനു ശേഷം കളർ അടിക്കണം, കളർ ഉണങ്ങിയതിനു ശേഷം വൈറ്റ് ലൈൻ ഇടണം. മിനിമം ഒരു 2 ദിവസമെങ്കിലും ഉണ്ടെങ്കിലേ ഈ ജോലികളെല്ലാം തീർക്കാൻ സാധിക്കുകയുള്ളൂ. പുറത്തെ ജോലികൾ തീരുന്നതനുസരിച്ച് അകത്തെ സീറ്റുകളെല്ലാം മാറ്റി കഴിഞ്ഞിരുന്നു. സീറ്റിൻ്റെ ഫ്രെയിം മാത്രമേ പഴയതുള്ളൂ. പ്ലൈവുഡും ഫോമും റെക്സിനും എല്ലാം പുതിയതായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സൈഡിലത്തെ ലൈനടിയും ഫ്രണ്ട് പെയിൻറ്റിങ്ങും എല്ലാം തന്നെ കഴിഞ്ഞിരിക്കുന്നു. സൈഡ് നമ്പറും എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും നമ്പറുകൾ പുതിയതായി പഞ്ച് ചെയ്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ഗ്ലാസുകളിലെ സ്റ്റിക്കറൊന്നും ഇളക്കി കളഞ്ഞിട്ടില്ല. ആലപ്പുഴയിൽ ചെന്ന് പുതിയ പേരും റൂട്ടുമെല്ലാം സ്റ്റിക്കർ ചെയ്യാനാണ് അവരുടെ തീരുമാനം. 2 ഫുട്ബോർഡിലെയും സ്റ്റെപ്പുകളെല്ലാം തന്നെ സിൽവർ പെയിന്റ് അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ടൗൺ സർവീസ് ബസ്സുകൾക്ക് നോർമൽ സീറ്റുകളാണ് എപ്പോഴും നല്ലത്. ബസ്സിനകത്ത് നല്ല ഇടയുള്ളതുപോലെ തോന്നും. അങ്ങനെ ഈ ബസ്സിന്റെ ടെസ്റ്റിങ്ങിന് ആവശ്യമായ എല്ലാ ജോലികളും തീർത്ത് വണ്ടി നേരെ ആലപ്പുഴയിലോട്ട് പോകുകയാണ്. നമ്മുടെ ലാലേട്ടൻ പറഞ്ഞതുപോലെ പുതിയ കളികൾ കാണാനും ചിലത് കാണിച്ചു പഠിപ്പിക്കാനും